ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈലൈറ്റ് മാളിനും മെട്രോ ഹോസ്പിറ്റലിനും ഇടയിലുള്ള പാറ പൊട്ടിക്കുന്ന വർക്ക് മുഴുവനായും തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, അതുപോലെ ഹൈലൈറ്റിൻ്റെ മുന്നിലെ ഫ്ലൈ ഓവറിൻ്റെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, കൂടെ ലൈക്കും നൽകുക. ജൂലൈ മാസത്തിലായിരുന്നു കേട്ടോ ഇവിടുത്തെ പാറ പൊട്ടിക്കുന്ന വർക്ക് തുടങ്ങിയിരുന്നത്. ആകെ മൊത്തം 14 മാസം വേണ്ടി വന്നു റോഡിന് ആവശ്യമായ രീതിയിൽ പാറകൾ നീക്കം ചെയ്യാൻ വേണ്ടി. ഡയമണ്ട് വർസോ മെഷീൻ ഉപയോഗിച്ചാണ് പാറകൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരുന്നത്. വളരെ വലിയ ഒരു ഏരിയ തന്നെ ഇവിടെ പാറകൾ ഉണ്ടായിരുന്നു. ഇവിടെ വർക്ക് തുടങ്ങിയ സമയത്തുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ എത്രത്തോളം പാറകൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയെന്ന് മനസ്സിലാകും. എന്തായാലും പാറ പൊട്ടിച്ച് ഒഴിവാക്കിയതിന് ശേഷമുള്ള റോഡ് വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. മെട്രോ ഹോസ്പിറ്റലിനടുത്ത് നിന്ന് ഹൈലൈറ്റ് മാളിനടുത്തേക്ക് വരുമ്പോൾ ഒരു വലിയ വളവായിരുന്നു ഈ പാറകൾ കാരണം. ആ വളവ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 6 വരിക്കും അതിനോടൊപ്പം 2 വരി സർവീസ് റോഡിനും കൂടിയുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവിടുത്തെ റോഡ് നിർമ്മാണം തുടങ്ങിയാൽ മനസ്സിലാവും എത്രത്തോളം വീതി ഇവിടെ ഉണ്ടെന്ന്. റോഡിൻ്റെ ഇരുവശത്തും ഇനി വീതി കൂട്ടാനുള്ള സ്പേസ് ഒന്നുമില്ല. എന്തായാലും റോഡ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. റീച്ച് തുടങ്ങിയാലും KMCയുടെ വർക്ക് ഇപ്പോൾ മുമ്പൊന്നും ഇല്ലാത്ത വിധം സ്പീഡിലാണ് നടക്കുന്നത്. പല സ്ഥലത്തും ഇനിയും ഒരുപാട് വർക്കുകൾ പ്രധാനപ്പെട്ടത് നടക്കാനുണ്ട്. 2025 മാർച്ച് അവസാനം വരെയാണ് KMC കമ്പനിക്ക് വർക്ക് അവസാനിപ്പിക്കേണ്ട അവസാന കാലാവധി. പല സമയങ്ങളിലായി ഇവർക്ക് സമയം നീട്ടി കൊടുത്തിരുന്നു. ശരിക്കുമുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മാർച്ച് ആകുമ്പോഴേക്കും വർക്കൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. KMC കമ്പനി ഇനിയും സമയം നീട്ടി ചോദിക്കാൻ ചാൻസ് ഉണ്ട് NHAയോട്. NHA അതിന് അനുവദിച്ചില്ലെങ്കിൽ മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷമുള്ള വർക്കിന് കമ്പനി ഓരോ മാസവും ഫൈൻ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ റോഡ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് ഹൈലൈറ്റ് മാളിന് മുന്നിലെ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് ആയിട്ടാണ്. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറാണ് ഹൈലൈറ്റ് മാളിന് മുന്നിൽ വരുന്ന ഈ ഒരു ഫ്ലൈ ഓവർ. ഹൈലൈറ്റ് മാൾ മുതൽ സൈബർ പാർക്ക് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു എലവേറ്റഡ് ഹൈവേ. ഫ്ലൈ ഓവറിൻ്റെ 2 ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കേട്ടോ ഇത്. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും ബ്ലോക്ക് ഉണ്ടാകുന്ന ജംഗ്ഷനാണ് പാലായി ജംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാവുന്നതോടെ വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാവും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉച്ച സമയത്തായതുകൊണ്ടാണ് ഇവിടെ അത്ര വലിയ തിരക്കില്ലാത്തത്. വൈകുന്നേരങ്ങളിൽ ഒരു രക്ഷയുമില്ലാത്ത ബ്ലോക്കാണ്.
ഈ ഫ്ലൈ ഓവറിൻ്റെ വടക്കേ അറ്റത്താണ് സൈബർ പാർക്കിൻ്റെ ഭാഗത്ത്. ഈ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് വളരെ കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പന്തീരങ്കാവ് ഫ്ലൈ ഓവറൊക്കെ തുറന്നു കൊടുത്തു. രാമനാട്ടുകര തൊണ്ടയാട് ഫ്ലൈ ഓവറുകളും തുറന്നു കൊടുത്തു. ഐനിലം അണ്ടർപാസ് തുറന്നു. വേങ്ങേരി ഓവർപാസ് ഭാഗികമായി തുറന്നു. ഇനി ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അവസാനിക്കുന്നതിനായുള്ള കാത്തിരിപ്പാണ്. ഈ വർഷം അവസാനത്തോടെ ഈ ഫ്ലൈ ഓവർ തുറക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കൂടാടിക്കുന്ന് ഫ്ലൈ ഓവർ, വെങ്ങളം എലവേറ്റഡ് ഹൈവേ, അർപ്പയ പാലം എന്നിവിടങ്ങളിലും അതിവേഗം വർക്കുകൾ മുന്നേറുന്നുണ്ട്. മലാപ്പറമ്പ് ഓവർപാസിൻ്റെയും അതുപോലെ കോരപ്പയ പാലത്തിൻ്റെയും വർക്കാണ് പ്രധാനമായും ഈ ബൈപ്പാസിൽ ഇനി ഒരുപാട് സമയമെടുത്ത് ചെയ്യാനുള്ള വർക്കുകൾ. അപ്പോൾ ഇവയുടെയെല്ലാം കൂടുതൽ ഡീറ്റെയിൽസുമായി വീഡിയോസ് വരും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.